മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചന കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് കോടതിയിൽ ഹാജരാകും. തുടർ നടപടികളുടെ ഭാഗമായി ഇവർക്കെതിരെ കുറ്റം ചുമത്താനാണ് നീക്കം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എപ്പോഴാണ് ഇവർ ഹാജരാവുക? എന്താണ് നീക്കം? സജിത്ത്, കോടതിയിൽ 15ാമത്തെ കേസായിട്ടാണ് ഇത് പരിഗണിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെ ഹാജരായിട്ടില്ല. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അഗസ്റ്റിൻ സഹോദരങ്ങൾ നേരത്തെ 2 തവണ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത്. തുടർന്ന് 3 പേരും ഹാജരായിരുന്നു. ഇന്ന് കുറ്റം ചുമത്തലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. കുറ്റം ചുമത്തലാണ്, അതായത് വിശ്വാസവഞ്ചന കേസാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും കേസ് എടുത്തിരിക്കുന്നതും അങ്ങനെയാണ്. അതായത് എറണാകുളത്തെ ഒരു മരക്കമ്പനി ഉടമയ്ക്ക് വനം വകുപ്പിന്റെ പാസ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിൽ നിന്ന് മുറിച്ചെടുത്ത മരങ്ങൾ വിറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതാണ് ഇത്. നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ വിശ്വാസവഞ്ചന കേസാണ്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. 2 തവണയും കോടതി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് 3ാമത്തെ തവണ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. പിന്നീട് ഈ 3 പേരും കോടതിയിൽ ഹാജരായി. തുടർന്നാണ് പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ഈ കുറ്റം ചുമത്തൽ നടപടിയിലേക്ക് കോടതി കടക്കുന്നത്. ഇന്ന് 3 പേരും ഹാജരാകണമെന്ന് തന്നെയാണ് കോടതി നേരത്തെ നിഷ്കർഷിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ ചോറ്റാനിക്കര കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ 3ാമത്തെ കേസായിട്ടാണ് 15ാമത്തെ കേസായിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും ഇതുവരെ കേസ് എടുത്തിട്ടില്ല. കേസ് കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കേസ് പരിഗണിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കേസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.